ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? വാട്സാപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു സന്ദേശം പ്രചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഗൂഗിൾ പേയിൽ പുതിയതായി വന്ന പോക്കറ്റ് മണി എന്ന ഫീച്ചർ ഉപയോഗിക്കരുത്. അതിൽ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ടിലെ പണം മുഴുവൻ നഷ്ടപ്പെടും. എൻ്റെ പണം നഷ്ടമായി. ഇങ്ങനെയാണ് ഒരു ഓഡിയോ മെസ്സേജ് വാട്സാപ്പിൽ പ്രചരിക്കുന്നത്. എന്നാൽ എന്താണ് ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ? ഗൂഗിൾ പേയിൽ പോക്കറ്റ് മണി എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് സത്യമാണ്. എന്നാൽ അതൊരു തട്ടിപ്പല്ല. യഥാർത്ഥത്തിൽ ഗൂഗിൾ പേ ഔദ്യോഗികമായി അവതരിപ്പിച്ച പുതിയ ഫീച്ചറാണ് പോക്കറ്റ് മണി. കുട്ടികൾക്കും സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കു വേണ്ടി അവതരിപ്പിച്ച ഫീച്ചറാണിത്. UPI സർക്കിൾ എന്ന സംവിധാനത്തിലൂടെയാണിത് പ്രവർത്തിക്കുന്നത്. ഒരു ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് തനിക്ക് വിശ്വസിക്കാവുന്ന 5 പേരെ തൻ്റെ UPI സർക്കിളിൽ ചേർക്കാം. ഇവർക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും പ്രൈമറി യൂസറുടെ അക്കൗണ്ട് വഴി പണമിടപാടുകൾ നടത്താൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രധാനമായും കുട്ടികൾക്ക് ഈ ഫീച്ചർ ഉപയോഗപ്രദമാക്കാം. 2 രീതിയിലാണ് ഇത് നടത്താൻ സാധിക്കുക. നിങ്ങളൊരു നിശ്ചിത തുക പരിധിയായി നിശ്ചയിച്ച് നൽകുന്നു. 15,000 രൂപ വരെ എത്ര തുക വേണമെങ്കിലും പരിധി നിശ്ചയിക്കാം. ഈ പരിധിയിൽ നിന്ന് അവർക്ക് ഓരോ തവണയും നിങ്ങളോട് ചോദിക്കാതെ തന്നെ ആ പണം ഉപയോഗിക്കാം. എന്നാൽ ഒരു തവണ പരമാവധി 5,000 വരെ മാത്രമാണ് നൽകാനാവൂ. രണ്ടാമത്തെ രീതിയിൽ കുട്ടി ഓരോ തവണ പണമടയ്ക്കുമ്പോഴും രക്ഷിതാവിൻ്റെ ഫോണിലേക്ക് ഒരു റിക്വസ്റ്റ് വരും. അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ പണം കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. ഈ 2 രീതികളാണ് ഇതിലുള്ളത്. മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടി കുട്ടികൾക്ക് സ്വതന്ത്രമായി പണം ചെലവഴിക്കാനും മക്കൾ അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നില്ലെന്ന് മാതാപിതാക്കൾക്ക് ഉറപ്പുവരുത്താനും കഴിയുമെന്നതാണ് ഈ ഫീച്ചറിൻ്റെ പ്രത്യേകത.